അമ്മയുടെ പാല് കിട്ടിയില്ലെങ്കിൽ ആ കൊച്ചു കരയുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദുരന്തമുഖത്ത് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ആരോരുമില്ലാതെ അനാഥരാക്കപ്പെട്ട കുരുന്നുകളുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ഇപ്പോൾ ഇറങ്ങുന്ന മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ലത് ഒരു അമ്മയുടെ മുലപ്പാൽ തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് നമുക്ക് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് നമുക്കത് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും അങ്ങനെ ഒരു മനസ്സ് വരുന്ന ഒരു അമ്മയാണ് ചേച്ചി. ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ചാനലിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും, മാധ്യമങ്ങളുടെ വാർത്ത വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരുപാട് നെഞ്ചിൽ തട്ടിയോ? തീർച്ചയായും. ഞാൻ എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ ഉള്ള അതേ ഒരു ഫീലിംഗ് തന്നെയാണ് മറ്റേ ഈ ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായത്. ആ ഒരു ഇതിൽ നിന്നാണ്. എനിക്ക് മറ്റൊന്നും കൊടുക്കാനില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും മുലപ്പാൽ അമൃതത്തിന് തുല്യമാണല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം, ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം, എത്ര ദിവസം വേണമെങ്കിലും നിന്ന് നൽകാം എന്നൊരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ചേച്ചിയാണോ ഇങ്ങനെ ഒരു തീരുമാനം ചേട്ടനോട് പറയുന്നത്? അല്ല, ചേട്ടായി ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പോസ്റ്റ് കമൻറ്റ് ഇടുകയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു, അഭിപ്രായം ചോദിച്ചു, നമുക്കങ്ങ് ചെയ്താലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ്, ആരെങ്കിലും ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഇടുക്കിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അന്ന് ഞങ്ങൾ കമൻ്റ് ഇട്ടതിന് ശേഷം ഉടനടി തന്നെ ഇവിടുന്ന് വിളി വന്നു, ക്യാമ്പിൽ നിന്ന് വിളി വന്നു, കുട്ടികളുണ്ട്, ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോരാനായിരുന്നേ. പക്ഷേ അപ്പോൾ രാത്രി തന്നെ വിളി വന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും നല്ലതെന്ന് പറഞ്ഞ് വിളി വന്ന് കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ രാത്രി തന്നെ പുറപ്പെടുകയുണ്ടായി. ഇതിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഒരുപാട് അമ്മമാർക്ക് പ്രചോദനമാകുമെന്ന് കരുതുന്നുണ്ട്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. തീർച്ചയായും ഒത്തിരി പറയാം. കാരണം ഞങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് ഇതിന് തയ്യാറായി, ഞങ്ങളും ഉണ്ട്, എൻ്റെ വൈഫും റെഡിയാണ്, അങ്ങനെ ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രചോദനമായിട്ട് മാറി തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് അങ്ങനെ തീരുമാനമല്ലോ ഉണ്ടോ? തീരുമാനം ഇപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് എങ്ങനെയാണോ പറയുന്നത് അതുപോലെ നിൽക്കാം എന്നാണ് നമ്മളെല്ലാം കരുതിയിട്ടാണ് വന്നത്. വസ്ത്രങ്ങളൊക്കെ അതെ എടുത്തിട്ടാണ് വന്നത്. നമുക്കന്ന് കമൻ്റ് ഇട്ട് ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് തിരിക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയത്. ഈ ഒരു പോസ്റ്റ് വാർത്ത വന്നതിന് ശേഷം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് തിരിക്കുന്ന അവസ്ഥയുണ്ട്. രാത്രി 12 മണിക്ക് നമ്മളിവിടെ നിന്ന് തിരിച്ചാണ്. ശേഷം ഇന്നലെ ഇവിടെ എത്തി. ഇപ്പം ഇന്നലെ ഇവിടെ എത്തിയ ശേഷം അവിടെ ക്യാമ്പിൽ പോയിരുന്നു? തീർച്ചയായിട്ടും. ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പുകളിൽ പോയി, അവിടെ ആശുപത്രികളിൽ പോയി. അപ്പോൾ കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മളവിടെ ബന്ധപ്പെടാൻ സാധിക്കുന്നവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇന്നിപ്പോൾ രാവിലെ 11 മണിയാകുമ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് നമ്മളോട് എത്തിച്ചേരാൻ പറഞ്ഞത്. ഒരാൾക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കത് നിൽക്കാൻ തയ്യാറാണ്. എത്ര ദിവസം നിൽക്കണമെങ്കിലും നമ്മൾ നിൽക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഈ വാക്കുകൾ കേട്ടല്ലോ, ഒരു മഹാദുരന്തത്തിനിടയിലും ഇങ്ങനെയുള്ള കുറച്ച് പേർ വരുന്നത് അവർക്ക് എന്തൊരു ആശ്വാസമായിരിക്കില്ലേ. ആ പിഞ്ചു മക്കൾക്ക്, അമ്മമാർ നഷ്ടപ്പെട്ട പിഞ്ചു മക്കൾക്ക് ഇത്രയും വലിയ ദുരന്തത്തിനിടയിലും നമുക്ക് കുറച്ച് സന്തോഷം കിട്ടാവുന്ന കുറച്ച് നിമിഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മുലപ്പാൽ നൽകാൻ വേണ്ടി കുറച്ച് പേർ മുന്നോട്ട് വരിക, അതൊക്കെ ആ പിഞ്ചു മക്കൾക്ക് എന്തൊരു ആശ്വാസമായിരിക്കും. 2-3 മാസം പ്രായം മാത്രമുള്ള പിഞ്ചു മക്കൾ അനാഥരായ ഒരവസ്ഥയാണ് വയനാട്ടിലുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ അമ്മമാർ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഒരാളെ കണ്ട് അതുപോലെ കുറേ പേര് വന്നിട്ടുണ്ട്, മുലപ്പാൽ നൽകാൻ വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, മുലപ്പാലിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല, അത് തന്നെ വേണം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി കുറച്ച് അമ്മമാർ രംഗത്ത് വന്നത് എന്താ പറയുക, മനസ്സിന് സന്തോഷം തോന്നുന്നൊരു നിമിഷം തന്നെയാണ് ഇങ്ങനെ കുറച്ച് പേർ വരുന്നത്. അപ്പോൾ ഈ അമ്മ വന്നിരിക്കുകയാണ്, കുഞ്ഞിന് അവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, മുലപ്പാൽ കിട്ടാതെ കരയുന്ന പിള്ളേർ കുറേ ഉണ്ടാവും. അമ്മമാർ മരിച്ചതും അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കി പോയ എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പാല് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കുറേ അമ്മമാരുണ്ട്. ഇപ്പോൾ ഒരാളുടെ കണ്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് സന്തോഷം ഉളവാക്കുന്നൊരു ഇത് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു സങ്കടത്തിൽ നിന്നും കുറച്ചെങ്കിലും സന്തോഷം നൽകുന്നൊരു നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ നന്മയുള്ള മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ
ഞാനൊരു കമൻറ്റ് കണ്ടു. മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായിട്ട് ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കീഴിൽ ഞാനൊരു കമൻറ്റ് കണ്ടു. അതിനൊരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമൻറ്റ്. ഇതൊക്കെ എന്താ പറയുക, അത് എനിക്ക് പറയാൻ തന്നെ നാണക്കേട് അറപ്പുമാണ് തോന്നുന്നത്. അപ്പം ഇതാണ് ഈ മുലപ്പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പുണ്യമാണ്. അതിനിടയിൽ തന്നെ ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. എങ്ങനെ ഈ മനുഷ്യർക്ക് ഇത്രയും നീചമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ളവർക്കൊന്നും മഹാമാരിയും ദുരന്തവും വന്ന് ഇവരെ ഒന്നും കൊണ്ടുപോകുന്നില്ല, അങ്ങ് പറയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ ഓർക്കുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെയും മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന, നല്ലത് മാത്രം ചെയ്യുന്നവരെ ചുമ്മാ കുത്തി നോവിക്കുന്ന കുറേ വർഗ്ഗങ്ങൾ. എങ്ങനെയാണ് ഇങ്ങനെയും മനുഷ്യർക്ക് അധപ്പതിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇതെല്ലാം എന്തെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്നു. ഇപ്പോൾ ഈ ഒരു മഹാ ദുരന്തം തന്നെ നമുക്കാ വന്നതെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. അത് തന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു ഇതല്ലേ. ആ അനുഭവിച്ചവർക്ക് അവരുടെ ആ ഒരു ഇത് വരുള്ളൂ, അറിയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി സഹായം നൽകുന്നവരെ ഈ കുറ്റം പറയുന്ന കുറേ ജന്തുക്കൾ തന്നെ പറയണം. എന്താ പറയുക, ഇവരൊന്നും മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ല. മൃഗങ്ങൾക്ക് പിന്നെയും ഇത് മൃഗങ്ങളെന്നും പറയാനും പറ്റില്ല. മൃഗങ്ങൾക്ക് മനുഷ്യർ ഈ പറഞ്ഞ വർഗ്ഗങ്ങളെക്കാളും പിന്നെയും അവർക്ക് സ്നേഹവും ഇതും ഉണ്ട്. അവർ എത്രയോ എന്താ പറയുക, നായ്ക്കൾ യജമാനൻ ഒലിച്ചു പോയിട്ടും ഇതായിട്ടും അവിടെ കിടന്ന് അവർ തിരയുവാണ്. അപ്പം ആ ഒരു മൃഗങ്ങളുടെ പേര് പറഞ്ഞ് പോലും ഉപമിക്കാൻ പറ്റാത്ത അത്രയും നീചമായ കുറേ വർഗ്ഗങ്ങൾ അങ്ങനെ തന്നെ പറയണം. അവന്മാർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയും ഒരു ഹെൽപ്പ് ചെയ്യുന്നവൻ്റെ ഇതിൽ പോയിട്ട് ഇങ്ങനെ ഒക്കെ കമൻ്റ് ഇടാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര ഒരു ഇത് തന്നെയാണ്. ഇത്രയും അധപ്പതിക്കരുത് മനുഷ്യർ. ഇങ്ങനെയും നല്ലത് മാത്രം ചെയ്യുന്നവരെ കുറേ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും അതുപോലെ സഹായം ചെയ്തവരെ അപമാനിക്കുന്ന തരത്തിൽ ഓരോ പോസ്റ്റുകളും ഷോർട്സുകളൊക്കെ ഇടുന്ന കുറേ വർഗ്ഗങ്ങൾ. എങ്ങനെയാണ് ഇതിനൊക്കെ മനസ്സ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറയുക, ആ വീഡിയോ ഒന്നും കണ്ടിട്ട് കാണാത്തവരായിട്ട് ആരും ഉണ്ടല്ലോ. അത്രയും നമുക്ക് വിഷമം. പിഞ്ചു മക്കളൊക്കെയാണ് അനാഥരായിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പിഞ്ചു മക്കൾ ഒരു നിമിഷം അല്ലെങ്കിൽ 5 മിനിറ്റ് കാണാതിരുന്നാലുള്ള നമ്മുടെ മക്കളുടെ ആ വെപ്രാളും ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും വേണ്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പാല് കിട്ടാതെ കരയുമ്പോഴുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ, നമ്മുടെ മക്കളുടെ ആ ഒരു ഇത് നമുക്കറിയാം. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് സഹായം ചെയ്യാൻ തോന്നുന്നത്. ആ സഹായം ചെയ്യുന്നവരെയും കുത്തിനോവിക്കാനും പരിഹസിക്കാനും അപമാനിക്കാനും കുറേ വർഗ്ഗങ്ങൾ. ഇങ്ങനെയുള്ളവരെയൊന്നും ദൈവം കൊണ്ടുപോകുന്നില്ലല്ലോ, അല്ല കൊണ്ടുപോകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ളവരെ പന പോലെ ഉയർത്തും. അങ്ങനെ തന്നെ വേണം ഇവരെയൊക്കെ പറയാൻ. അപ്പോൾ സഹായിക്കാൻ മുന്നിട്ട് വരുന്നവരെ നിങ്ങൾ ഇങ്ങനെയുള്ള ഇത് ഇട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവർ അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ആ അമ്മ പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, എൻ്റെ കയ്യിൽ ഈ മുലപ്പാലേ കൊടുക്കാനുള്ളൂ, അതുകൊണ്ട് ഞാൻ അതെങ്കിലും കൊടുക്കട്ടെ എന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾ വെറുതെ അങ്ങനെ പോയി കമൻ്റ് ഇട്ട് ആ ചെയ്യുന്നവരെ പോലും തളർത്തുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇതാണ്. നമുക്ക് ഞാനൊരു അമ്മ എന്ന നിലയ്ക്ക് എനിക്കൊക്കെ കേൾക്കുമ്പോൾ കണ്ടപ്പോഴുണ്ടല്ലോ അവനെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചു പോകണം. അത്രയ്ക്ക് ദേഷ്യവും അറപ്പുമാണ് ഇവന്മാരെയൊക്കെ തോന്നുന്നത്. എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നതാണെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. ഞാനത് സൈഡിൽ കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. അത് കണ്ട് ഞാൻ അതോടുകൂടി ആ ഒരു ഇതാക്കി കളഞ്ഞു. എനിക്ക് അത്രയും വിഷമം തോന്നി ആ ഒരു ഇത് കണ്ടപ്പോൾ. എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ കുഞ്ഞു മക്കൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ തയ്യാറായി വരുന്നത്. അതുപോലെ അവൻ്റെ ഭർത്താവും അതിന് മുന്നിട്ട് വരികയാണ്, ഇങ്ങനെ ചെയ്യണം. ഭർത്താവാണ് പറഞ്ഞത് നിനക്കിങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച് അവർ രണ്ടുപേരും താല്പര്യം പ്രകടിപ്പിച്ച് അവർ അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അപമാനിക്കരുത്, ദ്രോഹിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ചെയ്യുന്നവർ ചെയ്യട്ടെ. ചെയ്യുന്ന ആളുകളെ നിങ്ങൾ തഴയാതിരിക്കുക. അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറയണം തോന്നി. സന്തോഷത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ളൊരു ഇതും കൂടെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ആ ഒരു ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി മുലപ്പാൽ നൽകാൻ തയ്യാറായി വന്ന അമ്മമാർക്ക് ഞാൻ എന്താ പറയുക, ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഞാനും ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്നതാണ്. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.